ഇത് വലിയ കഷ്ടം തന്നെ അച്ഛ. ഇന്നൊരു ഞായറാഴ്ച ആയിട്ട് പോലും എന്നെ കളിക്കാൻ വിടാതെ. എന്റെ വിഷമം ഈ ജന്മം തീരൂല. എടാ, മുതിർന്നു കഴിയുമ്പോ വിഷമം തോന്നാതിരിക്കാനാ ഇപ്പൊ ഇരുന്ന് പഠിക്കാൻ പറയുന്നത്. അല്ലെങ്കിലും പഠിക്കുക എന്നത് ഒരു വിഷമമാണോടാ? എന്റെ വിഷമം ഇങ്ങനെ ഒരു അച്ഛനുണ്ടായി പോയതില്ല. മോനെ ടിൻഡുക്കുട്ട, അച്ഛൻ ഒരു 2 വരി ചൊല്ലാം. മോൻ അതിന്റെ അർത്ഥം പറയണം. വിളി കേട്ടപ്പോഴേ തോന്നി എന്തോ ഒരു പുലിവാലും കൊണ്ടുള്ള വരവാണെന്ന്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള വല്ലതുമാണെങ്കിൽ ചൊല്ലിയാൽ മതി. വെറുതെ മനുഷ്യന്റെ സമയം വേസ്റ്റ് ആകരുത്. നൃപനായി രാമൻ 2 ചമഞ്ഞുകൊണ്ട്. അർത്ഥം പറയൂ. അച്ഛാ, ഒന്നുകൂടി ചൊല്ലൂ. നൃപനായി രാമൻ 2 ചമഞ്ഞുകൊണ്ട്. ആവശ്യമില്ലാത്തൊരു നൃ. അച്ഛാ, ആ നൃ ഒഴിവാൽ തന്നാൽ അർത്ഥം ഞാൻ പറയാം. അതെങ്ങനെ ശരിയാവൂ? അതേ ശരിയാവൂ. ശരി, നൃ ഒഴിവാക്കിയിരിക്കുന്നു. അർത്ഥം പറയൂ. പനായി രാമൻ 2 ആഴ്ച മഞ്ഞുകൊണ്ട്. ഇതാ അർത്ഥം കേട്ടോളൂ. പനായി രാമൻ 2 ആഴ്ച മഞ്ഞുകൊണ്ട്. ഇവൻ ഈ ജന്മം ശരിയാവൂന്ന് തോന്നുന്നില്ല ദൈവമേ. അച്ഛാ, ഞാനിന്ന് 2 ഈച്ചയെ കൊന്നു. ഒരാണും ഒരു പെണ്ണും. അതെങ്ങനെ? ഈച്ച ആണാണോ പെണ്ണാണോ എന്ന് നിനക്കെങ്ങനെ അറിയാം? അടുക്കളയിൽ നിന്ന് കൊന്നത് പെണ്ണ്. ശരി, അടുക്കളയിൽ പെണ്ണുങ്ങളാണല്ലോ ഉണ്ടാവാറ്. അല്ല, ഒരു സംശയം. ഇനി നീ അമ്മയെ തന്നെയാണോടാ തട്ടിയത്? ഒന്ന് പോ അച്ഛാ. ഇത്രയും തണ്ടും തടിയുള്ള അച്ഛന് കഴിയാത്തതാണോ എനിക്ക് കഴിയുന്നത്? നീ കാര്യം പറ. പെണ്ണീച്ചയെ അടുക്കളയിൽ നിന്ന്, ആണീച്ചയെ എവിടെന്നാ കൊന്നത്? വേലക്കാരിയുടെ മുറിന്ന്. അച്ഛൻ എന്തായാലും ഞെട്ടൽ. ഞെട്ടിയോ? ഞാനോ? ചുമ്മാ ഓരോ കള്ളവും പറഞ്ഞിരിക്കാതെ പഠിക്കാൻ നോക്കടാ. എന്താ അച്ഛനും മോനും കൂടെ കിന്നാരം പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയാണോ പഠിക്കുന്നത്? ഇവനാള് തീരെ ശരിയില്ല. നാവെടുത്ത കള്ളമേ പറയൂ. എടാ, നിന്റെ പ്രായത്തിൽ ഞാനൊന്നും കള്ളം പറഞ്ഞിരുന്നില്ല, അറിയാമോ? പിന്നെ ഏത് പ്രായത്തിലാ പറഞ്ഞു തുടങ്ങിയത്? എടാ, നീ ആ വേലായുധന്റെ മകന്റെ വയറ്റ് തരിച്ചോ? അയാള് പരാതി പറഞ്ഞല്ലോ. എടാ, എന്തിനാടാ ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കി വെക്കുന്നത്? ആ നശിച്ചവൻ കാരണം പൊറുതി ഇല്ലല്ലോ ദൈവമേ. സത്യമായിട്ട് ഞാൻ പുറത്തടിക്കാനാ നോക്കിയത്. അവൻ തിരിഞ്ഞു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്നിട്ട് ചീത്തപ്പേര് എനിക്കും. എടാ, നീ പഠിച്ച് വലുതായി ഉദ്യോഗമൊക്കെ സമ്പാദിച്ച് അച്ഛനെയും അമ്മയെയും നന്നായിട്ട് നോക്കേണ്ട ആളല്ലേ? എടാ, നീ എന്നെ കണ്ട് പഠിക്ക്. എന്താടാ ഇരിക്കുന്നത്? തമാശ കേട്ടാ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? നിന്റെ ചിരി ഞാൻ മാറ്റിത്തരാം. അടുത്ത ആഴ്ച മുതല് നിന്നെ ട്യൂഷന് ചേർക്കാൻ പോവുക. ഓ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അമ്മേ, അച്ഛൻ പണ്ട് ട്യൂഷന് പോയിരുന്നോ? പിന്നില്ലാതെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രയോജനമില്ല. ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. ഒന്ന് പോയി നോക്കിയിട്ട് വാടാ. ആരാടാ? എന്താ കാര്യം? പുറത്തൊരു തടിയൻ വന്ന് നിൽക്കുന്നു. അയാളോട് വാങ്ങിയ കാശ് ഇപ്പം തന്നെ കൊടുക്കാൻ. പേര് പറഞ്ഞോ? ഇല്ല. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കാശ് കൊടുക്കുന്നതാ നല്ലത്.